21 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ. കരുണാമയനും അനന്തജ്ഞാനിയുമായ ദൈവത്തിന് ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം സ്വീകരിക്കുന്നതിനും വചനം മാംസമായി മാറുന്നതിനും ഒരമ്മയെ വേണം. അതിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യക്ഷീകരിച്ചുകൊണ്ടാണ് ദൈവഹിതത്തിന് തന്നെ തന്നെ അമ്മ വിട്ടുകൊടുക്കുന്നത്. ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അമ്മയുടെ മനസ്സിലൂടെ ഒട്ടേറെ ചിന്തകൾ കടന്നുപോയിട്ടുണ്ടാകാം. വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് സമൂഹം അറിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയാകുമോ എന്നുള്ള ചിന്ത. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന പുരുഷൻ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ചിന്ത. എന്നാൽ അവിടെയൊന്നും ഒരു പരാതിയും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. തന്റെ ദിവ്യകുമാരനെ പ്രസവിക്കാൻ ഒരു സ്ഥലവും കിട്ടാതെ അവസാനം ഒരു കാലത്തോട്ടിൽ പ്രസവിച്ചപ്പോഴും അമ്മയ്ക്ക് പരാതിയില്ല. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തന്റെ ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ ശിമയോൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പ്രവചിച്ചപ്പോഴും 12-ാം വയസ്സിൽ തന്റെ ബാലനെ കാണാതായപ്പോഴും അമ്മയ്ക്കൊരു പരാതിയുമില്ല. അപ്പോഴും അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അവസാനം തന്റെ മകൻ കുരിശുമരണത്തിന് വിധിച്ച് കുരിശിൽ വന്നുകൊണ്ട് കാൽവരി എല്ലാം നടന്നപ്പോഴും കുരിശുമായി വീണ് മുട്ടുപൊട്ടി രക്തം വാർന്നൊഴുകിയപ്പോഴും അവസാനം കുരിശിന്മേൽ തൂങ്ങി വീണപ്പോഴും അമ്മ ആരോടും പരാതി പറയുന്നില്ല. അപ്പോഴെല്ലാം അമ്മ ഈശോയുടെ കൂടെ നടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയേറെ പരിഭവങ്ങളും സഹനങ്ങളും വേദനകളും ഉണ്ടായപ്പോഴും ഒരു പരാതിയും കൂടാതെ ഇതെല്ലാം അമ്മ നെഞ്ചിലേക്കിയത്? കാരണം മറ്റൊന്നുമല്ല, ആദ്യം തന്റെ ഉദരത്തിൽ ജനിച്ചത് യേശുവാണെന്ന സത്യം. തന്റെ ഉദരത്തിൽ യേശു ഉണ്ടായിരുന്നുവെന്ന് അമ്മ അടിയുറച്ച് വിശ്വസിച്ചു. ഉള്ളിൽ യേശു ഉണ്ടായിരുന്നപ്പോഴും യേശുവിന്റെ കൂടെ നടന്നപ്പോഴും യേശുവിന്റെ കൈപിടിച്ച് നടന്നപ്പോഴും അമ്മയ്ക്ക് പരാതി പറയാനായി പറ്റിയിട്ടില്ല. ഇന്നീ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒട്ടേറെ പരാതികളായി ഒട്ടേറെ പരിഭവങ്ങളായി ഒരുപാട് സ്ഥലത്തേക്ക് നാം ഓടിയെത്തുന്നെങ്കിൽ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമ്മോടുകൂടെ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു ഇല്ലാത്തത് കൊണ്ടല്ലേ. നാം തിരിച്ചറിയണം, യേശു നമ്മോടുകൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പരാതി നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.